അര കിലോ ചിക്കൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയിട്ട് നന്നായി കുഴച്ച് വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയിട്ട് കൊടുത്ത് നന്നായി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു എണ്ണ തന്നെ ഉപയോഗിച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്ത് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴന്നതിന് ശേഷം 150 ഗ്രാം ചെറിയ ഉള്ളി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു തക്കാളി ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ എടുത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിന് എരിവിനായിട്ട് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ റോസ്മേരിയും കുറച്ച് മല്ലിയിലയും 3 ടേബിൾ സ്പൂൺ സോസും കൂടി ഒഴിച്ച് നന്നായി 1 മണിക്കൂർ അടച്ച് വെക്കാം. ചിക്കൻ വെച്ച് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റ്.